നമ്മൾ എറണാകുളത്തേക്ക് എത്തുകയാണ്. വേട്ടയ്ക്കൊരുങ്ങി കൊച്ചിയുടെ നീലക്കടുവകൾ. കേരള ക്രിക്കറ്റ് ലീഗിൽ പങ്കെടുക്കുന്ന കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റെ ലോഗോ സംവിധായകൻ ബ്ലസി കൊച്ചിയിൽ പ്രകാശനം ചെയ്തു. IPL താരവും പേസ് ബോളറുമായ ബേസിൽ തമ്പി ക്യാപ്റ്റനും രഞ്ജി ട്രോഫി താരം സെബാസ്റ്റ്യൻ ആന്റണി മുഖ്യ പരിശീലകനുമായാണ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് കളത്തിലിറങ്ങുക. ബേസിൽ തമ്പി തന്നെയാണ് ടീമിന്റെ ഐക്കൺ സ്റ്റാറും. അക്രമശാലിയായ കടുവയെയും അറബിക്കടലിന്റെ റാണി എന്നറിയപ്പെടുന്ന കൊച്ചിയുടെ പ്രതീകമായ നീലവർണ്ണത്തെയും ഉൾപ്പെടുത്തിയാണ് ടീമിന്റെ ലോഗോ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പുതുതലമുറയിലെ കളിക്കാർക്ക് ഏറെ അവസരം ലഭിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് ലോഗോ പ്രകാശനം ചെയ്ത സംവിധായകൻ ബ്ലസി പറഞ്ഞു. പുതിയ തലമുറയിലെ പുതിയ കളിക്കാർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുന്നു. അവർക്ക് സ്റ്റേറ്റ് ലെവലിലേക്കും നാഷണൽ ലെവലിലേക്കും ഒക്കെ എത്തുവാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം കൂടെ തുറന്നു കിട്ടുന്നു എന്ന് പറയുന്നത് ചെറിയൊരു വളർച്ചയായിരിക്കത്തില്ല. ഒരു വലിയൊരു അക്കാദമി നമുക്ക് ഓപ്പൺ ചെയ്യുന്നതിനേക്കാൾ ഉപരിയായിട്ട് കൂടുതൽ സാധ്യതകൾ പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് ലഭിക്കുന്നില്ല. ടീമിനെ പരിശീലിപ്പിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് കോച്ച് സെബാസ്റ്റ്യൻ ആന്റണി വ്യക്തമാക്കി. So I would like to thank Kochi Tiger for entrusting me that responsibility. ACL, I think it's going to be a great opportunity to all the players who are part of Kerala cricket, and I think this is the next big thing which is going to happen in the Kerala cricket. കൊച്ചി ആസ്ഥാനമാക്കി ഒരു ടീമിനെ കേരള ക്രിക്കറ്റ് ലീഗിൽ മത്സരിപ്പിക്കാൻ കഴിയുന്നതിൽ സന്തോഷമുണ്ടെന്ന് ടീമുടമയും സിംഗിൾ ID സ്ഥാപകനുമായ സുഭാഷ് മാനുവൽ പറഞ്ഞു. നമ്മളാണ് ടോപ്പ് 1 വന്നത്. അപ്പോൾ ഒബ്വിയസ്ലി അവരുടെ ബിഡിംഗ് റൂൾസ് അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ജില്ല നമ്മളാണ് ഫസ്റ്റ് ചോയ്സ്. നമുക്കായിരുന്നു കൊച്ചിയായിട്ട് വെൽ കണക്റ്റഡ് ആണ്. കൊച്ചി ഈസ് ഓൾവേസ് വെൽക്കമിങ് എവരിബഡി. അപ്പോൾ ഒബ്വിയസ്ലി കൊച്ചി എന്നുള്ളൊരു ചോയ്സിലേക്ക് അങ്ങനെ എത്തിപ്പെടുകയാണ്. കേരളത്തിലെ മികച്ച കളിക്കാർക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പരിശീലനം ഉറപ്പാക്കുകയാണ് ടീം മാനേജ്മെന്റിന്റെ ലക്ഷ്യം. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.